നിങ്ങൾ അത്രക്കായ കളവി. എന്റെ മാമിയുടെ ഭർത്താവിന്റെ അനിയന്റെ ചേച്ചിയുടെ നാത്തൂന്റെ കുഞ്ഞമ്മേരെ മോന്റെ മോളെ കൂട്ടുകാരന്റെ വീടിന്റെ അപ്പുറത്തുള്ള കുഞ്ഞമ്മേരെ മോളെ വീട്ടിലുള്ള കൊച്ചിന്റെ കൂട്ടുകാരിന്റെ കല്യാണത്തിന് ഈ വീട് വിറ്റ് പൈസ തരണമെന്ന് പറഞ്ഞാണ് കളവി നിങ്ങൾ എന്നെ വെളിയിലാക്കി കഥ ചേക്കണം. നീ മുമ്പൊരു കല്യാണത്തിൽ പോയാണ് എന്റെ കൊച്ചിനെ കിഡ്നി കള്ളാന്ന് വിളിക്കണ. അവളെ മാമന്റെ കൊച്ചപ്പന്റെ മോളെ ഒരു കല്യാണം അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന്. ഇനി നീ എന്റെ അടച്ചാലാത്ത കാർപ്പല്ലേ ആരെന്നെ കിഡ്നികള്? നിങ്ങളെ ഭർത്താവ് എന്റെ പാവ അമ്മാവൻ പനി പിടിച്ച് ആശുപത്രിയിൽ 2 കിഡ്നിയുടെ വെയിറ്റ് കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതി ഒരെണ്ണം ഞാൻ ഊരിയെടുത്താൽ നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ പറയണം. അതിനെന്ത് പിന്നെ ഒരടി ഓല എടുത്തു വെച്ച് നടന്നിട്ടില്ലല്ലോ. നടന്നില്ലെങ്കിൽ എന്ത് 10 കൊല്ലം ഒരേ ഇടയ്ക്ക് കിടന്നില്ലേ മനുഷ്യൻ? എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ കിഡ്നിയും ഇല്ല, വിൽക്കാൻ കിടക്കാറോ ഇല്ല. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. ഇന്ന് മുതൽ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇംഗ്ലീഷാ? വലുതാവുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ അത് ശീലിക്കണം. ഹായ്, അത് നല്ലടി ചക്കി നല്ലത്. അപ്പൊ എല്ലാരും പറയും നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്, നമുക്കിനി റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് പോവാമേ. അതിന് ചക്കിക്ക് ഇംഗ്ലീഷ് എന്ന് എഴുതാൻ പോലും അറിഞ്ഞൂടാ. പറയാനോ നിനക്ക് എല്ലാം അറിയാനും നിനക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് പറയാൻ അറിയാമോ? ഈ സാറിന് എന്തിന്റെ ഉഴപ്പാണോ എന്തോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞൂടെ? ഓ, 50-ൽ 45 മാർക്ക് കിട്ടിയതിനായിരിക്കും നിനക്ക് ഇത്രയും പുതുമച്ചി. ഇനി ഈ ക്ലാസ്സിൽ ആരെങ്കിലും മലയാളത്തിൽ സംസാരിച്ചാൽ 5 രൂപ ഫൈൻ കൊണ്ടുവരണം. സാറേ, ഫൈൻ ഞാൻ പിരിക്കാമേ. എന്നാ പിന്നെ ഞാൻ രാമു ഈറ്റിംഗ് ബനാന. ചക്കി, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടണ്. ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? എനിക്ക് അറിഞ്ഞൂടാ. നീ സാറിന്റെ അടുത്ത് ചോദിക്കും. സാറേ, ഈറ്റിംഗ് വാട്ടുണ്ടു. സാറേ, 1 രൂപ വേണം. സേ ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ 5 രൂപ ഫൈനുണ്ട്. സാർ, വൈ ഡുണ്ടു സേ ഇൻ ഇംഗ്ലീഷ്. സാറേ, അവന് അത്യാവശ്യമാണ്. പാറു, ചക്കിക്ക് 5 രൂപ ഫൈൻ. സാറേ, അവന് അത്യാവശ്യമില്ല. ആ, ചക്കിക്ക് വീണ്ടും 5 രൂപ ഫൈൻ. അയ്യോ സാറേ, ഞാൻ ഇപ്പൊ ചാവും, ഞാറ്റ് പൊക്കോട്ടാ. എന്നാ രണ്ട് ഓടി ബാത്റൂമിൽ പോ, ബാക്കി ഇംഗ്ലീഷ് വന്നിട്ട് പറയാം. യെസ് സർ. ചക്കി, നാളെ തന്നെ 10 രൂപ ഫൈൻ കൊണ്ടുവരണേ. സാറേ, പാറു മലയാളത്തിൽ സംസാരിച്ചു. നോ സാർ. എന്നാ എന്റെ അച്ചാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞേര്. പക്ഷേ അവൻ നേരത്തെ അടിച്ചപ്പോഴേ ഒരടി അതുകൂടെ അടിച്ച. എന്നാ നീ താങ്ങ അവനോട്. നേരത്തെ നീ അവനെ അടിച്ചപ്പോ ഒരടി അധികം അടിച്ചാലോ അവൻ തരാൻ പറഞ്ഞേണ്. എങ്കിൽ പിന്നെ നേരത്തെ അവനെ തള്ളിയതാ. ഇത് നീ അങ്ങ് തിരിച്ചോടാ അവന്. നീ നേരത്തെ അവനെ തള്ളിയ തള്ള തിരിച്ചു തരാൻ പറഞ്ഞവൻ. എന്നാലേ ഞാൻ അവനെ തള്ളിയപ്പോ അവന്റെ എന്റെ കാലിൽ ചവിട്ടി. ഇത് നീ അവന് തിരിച്ചു കൊടുക്കും. ഈ ചവിട്ടെ എനിക്ക് വേണ്ട, നീ അവനെ എന്നെ തിരിച്ചു കൊടുത്തേക്ക്. നീ അപ്പൊ അവന്റെ കൂടെ നീ എന്നെ ഇടിക്കുന്നല്ലേ? ഞാൻ എന്നെ അറിയാതെ. അയ്യോ ചക്കി, ദാസമസാറിനടുത്ത് പറയണ്ട, നമ്മൾ മിണ്ടും. നിന്റെ മട്ടൻ തങ്ങാട്ട് പിടിച്ചിട്ട് നിന്റെ മുടി നീ നല്ലോണം മട്ടൻ സൂക്ഷിച്ചു. നിന്നെ നിൽക്കാൻ നേരെ പിടിച്ചു. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽകി തൂകി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കറ്റയണിഞ്ഞിട്ട് കണ്ണും തിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാരിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. ഇന്ന് ഇത് വെച്ചൊരു തീയലുണ്ടാക്കാം. ഇന്നത്തെ കാര്യം അങ്ങനെ പോകും. പ്രഭചേച്ചി, നിങ്ങൾ അറിഞ്ഞ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നിങ്ങൾക്കാണ്. മെമ്പർ എന്തിനാ പറയണത്? കർഷകശ്രീ എനിക്കാ? പോച്ചി, ഇങ്ങക്ക് തന്നെ 5 ഏക്കറിലെ കപ്പവാഴ കൃഷിക്കാണ് കിട്ടിയത്.
മെമ്പറിന് അറിയാലോ 2.5 സെന്റ് പെരയിടത്തിൽ ഒരു ചെറ്റ കൂടോ 4 മുളകും തൈയുള്ള എനിക്ക് എങ്ങനെയാണ് ഈ കർഷകശ്രീ അവാർഡ് കിട്ടണത്? അത് തന്നെ ഞാനും ആലോചിക്കണം. പക്ഷെ ചേച്ചി വാഴയുടെ കൂമ്പും പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയാണ് പത്രത്തിൽ വന്നത്. വാഴക്കൊമ്പ് കൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അത് മെമ്പറിന് കേൾക്കണോ? കഴിഞ്ഞ മഴയത്തെ കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ അപ്പുറത്തെ രഘുവണ്ണന്റെ വിലയിൽ കയറിയിട്ട് ഒരു കൂമ്പ് ചെന്നങ്ങോട്ട് ഓടിക്കാനോ ആരാ മിന്നെ കണക്കൊന്നൊരു ഫോട്ടോ എടുത്തോണ്ട് അങ്ങ് പോയി. ഞാൻ കഴിഞ്ഞ അത് രഘുവണ്ണനെ കാണിക്കാനായിരുന്നു. ഇതിനായിരുന്നു അല്ലേ എടുത്തോണ്ട് പോയത്. അപ്പൊ ഇത് ചേച്ചിയുടെ കർഷകശ്രീ അല്ലല്ലേ, രഘുവണ്ണന്റെ ആണല്ലേ? മെമ്പർ ഇത് എന്തേലും പറയണേ? ഇതാണ് മെമ്പറിന് വിവരം ഇല്ലെന്ന് എല്ലാരും പറഞ്ഞുകൊണ്ട് കിടക്കണത്. കർഷകശ്രീ അത് എന്റേത്. കർഷക പുരുഷനാണെങ്കിൽ അത് അങ്ങേരെ കൊള്ളൂ. ആ ശരിയാണ് ശരിയാണ്, കർഷകശ്രീയാണ്. അപ്പൊ ചേച്ചിക്ക് തന്നെ രഘുവണ്ണന്റെ അല്ല. അച്ഛന് കാര്യം ഇന്ന് 7 മണിക്ക് എനിക്ക് 18 വയസ്സായ അച്ഛാ. എനിക്കറിയാം എന്റെ അച്ഛനെ കൊണ്ട് എന്നെ കെട്ടിച്ചു വിടാൻ പറ്റൂലെന്ന്. ഇതറിഞ്ഞോണ്ട് ഞാൻ നേരത്തെ ഒരാളെ സെറ്റാക്കി വെച്ചിരുന്നു അച്ഛാ. എന്റെ സുനി എന്നെ കത്ത് വെളിയിൽ വന്നിരിക്കണം അച്ഛാ. അച്ഛൻ പേടിക്കണ്ട അച്ഛാ. ഞാൻ എങ്ങനെ കൂലി വരക്കിട്ട് പണക്കാരിയായി എന്റെ അച്ഛന് മുമ്പിലൊന്ന് നിൽക്കാം അച്ഛാ. ചോറിട്ടേരാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ വിഷമിക്കരുത് അച്ഛാ. ഈ പൊന്നുമോൾ അനുഗ്രഹിക്കച്ചാ, അനുഗ്രഹിക്കും, നോക്കിക്കൊണ്ടിരിക്കാൻ അനുഗ്രഹിക്കച്ചാ. മതി അച്ഛാ. അച്ഛാ ഞാൻ പോളച്ചാ. ഇനി ഇത്ര നേരം ഇവിടെ പോയിരുന്ന 10 രൂപ ബസ് പോയാലും ആളുകൾ പിടിച്ച് കെട്ടി. ഇനി വണ്ടിയില്ല വേറെ വാങ്ങി. ഞാൻ എന്റെ അച്ഛന്റെ അനുഗ്രഹം മേടിച്ചോണ്ടിരിക്കായിരുന്നു അവിടെ. ഹോ അതിന് നിന്റെ അച്ഛൻ അക്കരയും ചീട്ട് കളിക്കുകയില്ലേ? അതുകൊണ്ട് അക്ഷയ കൈവിട്ടിരുന്ന അച്ഛന്റെ ഷപ്പിന്റെ അടുത്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. വാ നമുക്ക് പോവാം, ബസ് പോകുമ്പോ. അമ്മച്ചി അപ്പുറത്തെ വീട്ടിലെ രായമേക്കാൻ പറഞ്ഞ അമ്മച്ചി പണ്ട് കറക്കാനാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പഴാണ് പണമൊക്കെ വന്നത്. കറക്കാൻ പോയത് അവളമ്മച്ചി. ഞാൻ പണ്ട് ഒരു തറവാടിയായിരുന്നു. ഇത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അമ്മച്ചി ഇന്നത്തെ ലോട്ടറിയുടെ ഫലം വന്നാ നോക്കിയാണ്. നീ ടിക്കറ്റ് ഒക്കെ എടുക്കോ? ആ നോക്കിക്കോ. ഓ പറയാം അമ്മച്ചി. NF 60 ഓ 60 99 6099 മതി കാര്യം. ഇനി നിങ്ങൾ ഒന്നും പണയുണ്ട്. നിങ്ങൾക്ക് എത്ര ധൈര്യം ചെയ്തിട്ടല്ലേ ഈ ചൊറി പിടിച്ച കാലത്ത് ഒരു പണക്കറിയില്ല മുന്തിയിൽ വെക്കാൻ. എടി നീ ആരാണെന്ന് പെരട്ടെ. നിങ്ങൾ എന്നെ എന്തെന്ന് വിചാരിച്ചു? ഇത് എന്റെ പണമല്ല, ഞാൻ നോക്കിക്കോളൂ. അവര് ലോട്ടറി നോക്കാതിരിക്കുന്നു. നോക്കട്ടെ. എന്റെ വീട്ടിൽ നിന്ന്